ഹലോ കൂട്ടുകാരെ, ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു തേങ്ങ അരച്ച് ചേർത്ത് മീൻ കറിയാണ്. അതിനായി ഞാനിവിടെ ഗ്യാസിലോട്ട് ഒരു മൺചട്ടി വെച്ച് അതിലോട്ട് ഓയിൽ ഒഴിച്ച് ഓയിൽ ചൂടായതിന് ശേഷം നമുക്ക് കുറച്ച് ഉലുവ ചേർക്കാവുന്നതാണ്. ഉലുവയെല്ലാം നന്നായി ഫ്രൈ ആയതിനു ശേഷം അതിലോട്ട് ഞാനൊരു 6-7 പീസ് ചെറിയുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട്. ആ ചെറിയ ഉള്ളിയെല്ലാം അതിലോട്ട് തട്ടുക. അതിനുശേഷം 2 പീസ് മുളക് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ആ മുളകും അതിലോട്ട് ഇട്ടതിന് ശേഷം കുറച്ച് ഇഞ്ചി ചതച്ച് വെച്ചിട്ടുണ്ട്. ഇഞ്ചിയും അതിലോട്ടിടുക. അതിനൊപ്പം തന്നെ കറിവേപ്പിലയും ചേർക്കുക. അതെല്ലാം നന്നായി ഫ്രൈ ആയതിനു ശേഷം 2.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കുക. മല്ലിപ്പൊടി ചേർത്തതിന് ശേഷം നമുക്ക് 2 ടേബിൾ സ്പൂണോളം മുളക് പൊടി ചേർത്താവുന്നതാണ്. മുളക് പൊടി ചേർത്തതിന് ശേഷം എപ്പോഴും ശ്രദ്ധിക്കുക, നമ്മൾ മീൻകറി വയ്ക്കുമ്പോൾ അതിൻ്റെ കളർ നന്നായിട്ട് വരാനായി കശ്മീരി മിർച്ചി പൗഡർ ചേർത്ത് വെച്ചാൽ നല്ലൊരു കളർ വരും മീൻ കറിക്ക്. അതെല്ലാം ചേർത്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിനായ മഞ്ഞൾപ്പൊടി ചേർക്കാവുന്നതാണ്. മഞ്ഞൾപ്പൊടിയും ചേർത്തതിന് ശേഷം നന്നായി ഇളക്കി അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഇളക്കുക. അതെല്ലാം ഇളക്കി കുറച്ച് നേരം വയ്ക്കുക. അതിന് ശേഷം നമുക്ക് ഇവിടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി എടുത്ത് ചേർക്കാവുന്നതാണ്. ഞാനിവിടെ ചെറിയൊരു തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. ആ തക്കാളി ഇട്ട് നന്നായി ഇളക്കുക. തക്കാളി വേഗത്തിൽ ഉടഞ്ഞു വരുന്നതിനായിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ചേർക്കാവുന്നതാണ്. ഉപ്പെല്ലാം ചേർത്തതിന് ശേഷം നമുക്കത് നന്നായിട്ട് ഇളക്കാം. അതിന് ശേഷം കുറച്ച് പുളി ഇവിടെ വെള്ളത്തിട്ട് വെച്ചിട്ടുണ്ട്. നേരത്തെ തന്നെ ഞാൻ പുളി കുതിരാനിട്ട് വെച്ചിട്ടുണ്ട്. അതെല്ലാം പിഴിഞ്ഞ് ആ വെള്ളം അതിലോട്ട് ചേർക്കാവുന്നതാണ്. ആവശ്യാനുസരണമായിരിക്കണം പുളിയെല്ലാം ചേർക്കേണ്ടത്. ഓരോരുത്തർക്കും ഓരോരോ ടേസ്റ്റാണല്ലോ. അപ്പോൾ പുളിയെല്ലാം ചേർത്തതിന് ശേഷം പിന്നെ കുറച്ച് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അത് നന്നായി തിള വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നന്നായി തിള വന്നതിന് ശേഷം അതിലോട്ട് നമ്മൾ നല്ലോണം കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ഓരോന്നോരോന്നായി അതിലോട്ട് ഇടുക. മീൻ കഷ്ണങ്ങളെല്ലാം ഇട്ടതിന് ശേഷം നമുക്ക് അത് ഒന്ന് നന്നായിട്ട് മീൻ ഉടയാതെ ഇളക്കണം. അല്ല, നന്നായിട്ട് ഇളക്കി കൊണ്ടിരുന്ന മീൻ കഷ്ണങ്ങളെല്ലാം അത് ഉടഞ്ഞു പോകും. അപ്പോൾ പതുക്കെ അത് ഇളക്കാൻ പറ്റുള്ളൂ. അതിന് ശേഷം നമുക്കിവിടെ അരവിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് തേങ്ങയും അതിലോട്ടൊരു 3-4 കഷ്ണം ചെറിയുള്ളിയും ഇട്ടിട്ട് അരച്ച് വെച്ചിട്ടുണ്ട്. ആ അരപ്പെല്ലാം അതിലോട്ട് ഒഴിച്ച് ഒന്ന് മെല്ലെ ഇളക്കി കൊടുക്കുക. പതുക്കെ ഇളക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ മീൻ കഷ്ണമെല്ലാം ഉടഞ്ഞു പോകും. പതുക്കെ ഇളക്കി കൊടുത്ത് മീൻ ചട്ടി നന്നായിട്ട് ഒന്ന് അടച്ചു വയ്ക്കുക. അതിനുശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാവുന്നതാണ്.